ഇപ്പോഴും സൗഹൃദം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല. സപ്പോസ് ഷർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ്? അവൻ ഒരിക്കലും റെഡിയാണോ? അല്ല, ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല. കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവന്റെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ് ഒന്നും ഒരിക്കലും ഇടാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഇതാ ഷാജിദ പുതിയൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിതാ എങ്ങനെയാണ് പറയണത്, അവർക്ക് തമ്മിൽ ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാർ അത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, പിന്നെയും ഇതെല്ലാം അവസാനിപ്പിച്ചിട്ടും പിന്നെയും വീണ്ടും ഇതൊക്കെ എടുത്ത് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഓരോ ഇൻ്റർവ്യൂ കൊടുത്ത് ആ ഷർഫലിയുടെ ഇത് വീണ്ടും കൊണ്ടുവന്നിട്ട് എന്താ പറയുക, ഷാജിദ തന്നെയാണ് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതെടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ നമ്മുടെ നെഞ്ചത്തോട്ടാണ് കയറാൻ വരുന്നത്. അപ്പോൾ ഷാജിദ പറയുന്നതിലാണ് ഏറ്റവും വലിയ തെറ്റ് ഉള്ളത്, അല്ലാതെ നമ്മൾ ആരും എടുത്ത് ഒന്നും പറയുന്നില്ല. അപ്പം എനിക്ക് ഇന്നലെയും കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിതൊന്നും നിർത്താനായില്ലേ? എനിക്ക് എങ്ങനെ നിർത്താനാവും? ഇത് ഷാജിദ വീണ്ടും ഓരോ ഇൻ്റർവ്യൂവിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. ഇപ്പോൾ ഷർഫലിൻ്റെ ആ കാര്യങ്ങളെല്ലാം ക്ലോസ് ആയ സംഭവങ്ങളാണ്. അപ്പോൾ ആ ഒരു പേര് അവരഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ പറയാം, നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറയാമല്ലോ. പിന്നെയും ഷർഫലിൻ്റെ പേരിട്ടിട്ട് എനിക്കും ഇഷ്ടമാണ്, ഷർഫലിക്കും ഇഷ്ടമാണ്, വീട്ടുകാർ സമ്മതിക്കില്ല. ഇപ്പം അങ്ങനെ ഒരു ഇതുമായിട്ടാണ് ഇപ്പോൾ ഷാജിദ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനിയെങ്കിലും ഓരോ ഇൻ്റർവ്യൂവിൽ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സൂക്ഷിച്ച് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരുപാട് ഇത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഷാജിദ ഒന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ് പല ആളുകളും ആ ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഷാജിദയുടെ വീഡിയോ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകണു, അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് എന്തോ പുള്ളിക്കാരിട്ടിട്ടുണ്ടായിരുന്നു. അതിലും ആളുകൾ ഇതിങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനിയെങ്കിലും ആ വാ തുറക്കുന്നത് സൂക്ഷിച്ച് വാ തുറക്കുക, ഇനിയെങ്കിലും അബദ്ധങ്ങളൊന്നും വിളിച്ച് പറയല്ലേ. അപ്പോൾ അത്രയ്ക്ക് മാത്രം കൊണ്ടെത്തിച്ചത് ഷാജിദ തന്നെയാണ്. അപ്പോൾ ഷാജിദ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. ഇപ്പോഴും സൗഹൃദം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല. സപ്പോസ് ഷർഫലീനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ റെഡിയാണ്? അവൻ ഒരിക്കലും റെഡിയാണോ? അല്ല, ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല. കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവന്റെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ് ഒന്നും ഒരിക്കലും ഇടാൻ. പ്രപ്പോസ് വന്നാൽ ഞാൻ കല്യാണം കഴിക്കും. പക്ഷെ വേറൊരു ഇന്റർവ്യൂവിൽ സാജിദ പറഞ്ഞു, ഷർഫലി വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല, നിയമപരമായിട്ട് പോകും എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റി പറഞ്ഞിരിക്കുന്നത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതിന് നമ്മളിപ്പോ അങ്ങനെയാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു. ഒരുപാട് പേരുടെ മേലെ എനിക്ക് കേസും കാര്യങ്ങളായിട്ട് പോവായിരുന്നു. എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട ആൾക്കാരുടെ മേലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇവന്റെ പേരിലും ഇവൻ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ അങ്ങനെ കേസും കാര്യങ്ങളായിട്ട് പോയില്ല. പിന്നെ ഞാൻ അങ്ങനെ അവിടെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അത് വേറെ കല്യാണം കഴിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ്. അവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ റെഡി ആണെങ്കിൽ ഒരിക്കലും. പക്ഷെ അത് അവനിക്ക് അവന്റെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ, പെങ്ങന്മാര്, ഉപ്പ, അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഷാജിദയ്ക്ക് ഇത്ര ഏജായി, അവനക്ക് വെറും 26 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു മാതാപിതാക്കളും ഈ 5 മക്കളുള്ള ഉമ്മയെ കല്യാണം കഴിക്കുകയും ആരാണെങ്കിലും സമ്മതിക്കില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയും തോറും അവൻ്റെ ആ ഒരു ഇതല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനക്ക് ഇനി ഒരു ഭാവി ഉള്ളതല്ലേ. വീണ്ടും അവനെ ചേതോവധം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്, എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഇനിയൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ചോദ്യം ചെയ്യില്ല, ഇതെല്ലാം അവിടെ പ്രശ്നങ്ങളായിട്ട് മാറില്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ഞാനും അവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് വന്നിട്ട് ഇങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ വീണ്ടും വന്നിട്ട് എനിക്കിപ്പോൾ അവനെ ഇഷ്ടമാണ്, അവനക്ക് സമ്മതമാണെങ്കിൽ, വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കും. അപ്പോൾ അവളും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് പിന്നെ മാറ്റി പറഞ്ഞത്? അപ്പോൾ അതിനുള്ള ഉത്തരവാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഒരു ലോജിക്കും ഇല്ലാത്ത മറുപടിയാണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഷോർട്സ് എടുത്തിട്ട് അവരിന് ഞാൻ അങ്ങനെ കേസ് കൊടുക്കണ്ടേ? അവർ ചോദിച്ചെന്താണ്, കല്യാണം ഇപ്പോൾ നിന്നെ കല്യാണം കഴിച്ച് വേറൊരു കല്യാണം അപ്പം പിന്നെ വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണോ? അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ അതിന് വേറെ എന്തൊക്കെയോ മാറ്റിമറിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതിലൊരു ലോജിക്ക് ഇല്ലാത്തൊരു ഉത്തരം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ.
യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം സ്വന്തം ചാനലാണെങ്കിലും ഇതുപോലുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റർവ്യൂല് ശരിക്കും അത് സാജിദ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഷറഫ് അലി എന്നെ ഇട്ടിട്ട് അല്ല എനിക്ക് നിയമപരമായിട്ട് പോവണമെങ്കിൽ പോവുക ചെയ്യാം. കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്റെ കൂടെ ഇത്ര മാസം ഉണ്ടായി, ഇവൻ എന്നെ ഇതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് പോവാം. അപ്പോഴും അതാണ് പറയുന്നത്, ഇവൻ എന്നെ ചീറ്റ് ചെയ്തു, ഇവൻ എന്നെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് അഥവാ എനിക്ക് പോവാം. വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ വന്ന് പറയുന്ന സമയത്ത് എന്താണ് അതിനുള്ള ഒരു ഇത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. ഞങ്ങൾ ഈ റിയാക്ഷൻ ചെയ്യുന്നവരാണോ ഈ ഇതെടുത്ത് കുറ്റം പറയുന്നത്, അതോ പുള്ളിക്കാർ പറയുന്നതിലാണോ പ്രശ്നം എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ പറ. അപ്പോൾ ശരി, ബാക്കിയുള്ളതും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഞാനത് വൈകുന്നേരം തന്നെ ഡിലീറ്റ് ചെയ്തു. ഞാനത് അവനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് ഇട്ടതാണ്. ആരോട്? ഇവൻ ഷറഫ് അലിനോട് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ്. ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടും എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു. ഇട്ട ടൈമില് ഞാൻ ഇത്ര കാര്യമാക്കിയില്ല, ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല. ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഞാൻ ഡിലീറ്റും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും എടുത്ത് കൈവിട്ട് പോയി. അപ്പൊ ഇങ്ങനെ ദേഷ്യം വരുമ്പോ ഇങ്ങനെ വേറൊരാളുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് തെറ്റല്ലേ? അതെ, പക്ഷെ അതിന് മാത്രം ഒരു ദേഷ്യം ആയിരുന്നു. അത് അവനിക്കും അറിയാം ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണെന്ന് അറിയാം. ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടി അങ്ങനെ പോകുന്നില്ലല്ലോ. ഇന്റർവ്യൂസിൽ ഇപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം അതിനനുസരിച്ചിട്ടുള്ള അപ്പൊ എന്താ തോന്നുന്ന ആ ആൻസർ പറയണു, അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നൊന്നുമില്ല. ഇല്ല, ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ് ഓരോന്ന്. അപ്പോൾ എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനിയും ഷാജിദയെ പരിചയപ്പെടുന്ന ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു പാഠമായിരിക്കട്ടെ. അഥവാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷനും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ പബ്ലിക്കിൽ എടുത്തിടും. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചില്ല എത്രമാത്രം അത് പ്രശ്നമാകുന്നുള്ളത് വിചാരിക്കാതെയാണ് അത് എടുത്തിട്ടപ്പോൾ അതെന്തായി, എല്ലാവരും അത് എടുത്ത് റിയാക്ട് ചെയ്തു. അത് ഭയങ്കര പ്രശ്നങ്ങളിലായിട്ട് മാറി. അതാണ് ഇത്രത്തോളം വിഷയം ഇവിടെ സംഭവിച്ചത്. അതുപോലെ തന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത് എടുത്തിടുന്നത് അത് ശരിയല്ല എന്ന്. അതാണ് അപ്പോൾ എന്താ പറയുക, ഷറഫ് അലിയോടുള്ള ദേഷ്യത്തിന് എടുത്തിട്ട സംഭവമാണ്. അതെന്തായി വലിയ രീതിയിൽ തന്നെ അത് ആളുകൾ ഏറ്റെടുത്തു. അത് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറി. അപ്പോൾ ഷാജിദ ചെയ്തു തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അല്ലാതെ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നവരെ വിളിച്ച് കുറ്റം പറഞ്ഞിട്ടോ അവരുടെ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നവർ വന്നിട്ട് ഞങ്ങളെ തെറി പറഞ്ഞിട്ടോ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടോ യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ആ തുറക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കാതിരുന്നാൽ നമ്മൾ ഒരുപാട് ഭയങ്കരമായിട്ട് ഖേദിക്കേണ്ടി വരും. ഇതിപ്പോൾ ഇത്രത്തോളം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് എന്നാണ് പറഞ്ഞാൽ. പിന്നെ പറയുന്നു എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പറയുന്നു, വീട്ടുകാരൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെന്ന് പറയുന്നു. അപ്പോഴും അവൻക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവും എന്ന് ഈ ഷാജിദ ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ, അപ്പോൾ നമുക്ക് ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. മക്കൾ എന്നെ അടുത്ത് ചോദിക്കാം, അപ്പൊ ഷറഫ് അലിയോ ചെയ്യും. കാരണം അവർക്ക് അവനെപ്പോഴും വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ. അപ്പൊ അതിൻ്റെ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാണ്, മക്കൾ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവർ ചെറിയ കുട്ടികളാണല്ലോ. അവരുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉസ്താദിൻ്റെയൊക്കെ ഫോൺ കിട്ടുമ്പോൾ അവർ നോക്കുക എന്നല്ലാണ്ട് അവര് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് എപ്പോഴും മക്കൾ സപ്പോർട്ട് ആയിരിക്കുമല്ലോ. ഷാജിദ ഇങ്ങനെ പറയുന്നത് ഇപ്പം സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേരോടുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്താണല്ലോ ഇതിന്റെ ഒരു തുടക്കം. അപ്പൊ മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യത്തിന് ഷാജിദ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ മക്കളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പേര്. അവര് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാല് അവര് പഠിക്കുകയാണ്, അവര് പുറത്ത് പഠിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും അവര് കണ്ടോളന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാന്നല്ലാണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതാണ്. അപ്പോൾ മക്കൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ മക്കൾ ഇതൊക്കെ അറിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. മക്കൾ പുറത്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അത് അറിയേണ്ട വരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഷാജിദ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, മക്കൾ അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പുള്ളിക്കാർ പറയണ്ട, പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പോൾ നിൻ്റെ ഉമ്മ അങ്ങനെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആ കുഞ്ഞു മനസ്സുകൾ എത്രമാത്രം വേദനിക്കും. ഇത്രയ്ക്ക് മാത്രം ഇതാണോ എൻ്റെ ഉമ്മ. ഇപ്പോൾ ഒന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരിക്കും. കുറച്ചും കൂടി വലുതാകുന്ന സമയത്ത് ഒരുപാട് അതിന് വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഷാജിദ ഇട്ട വീഡിയോസ് ഷാജിദ ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് പല രീതിയിലും പലരുടെ അടുത്തും പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പല ആൾക്കാരുടെ അടുത്തും ഇപ്പോഴും അത് സേവ്ഡ് ആണ്. ഇപ്പോഴും ആ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര വിഷയമായിട്ടാണ് മാറുന്നത്. വീണ്ടും വീണ്ടും ആ മക്കളിപ്പോൾ എപ്പോഴെങ്കിലും അത് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ തമ്പനയിലും ഇതൊക്കെ വേറൊരു രീതിക്കായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ അത് എടുത്തിട്ട് ആ രീതിയിൽ മക്കൾ
മക്കൾ കാണുന്ന സമയത്ത് ആ മക്കളുടെ ഇതെന്തായിരിക്കും. ഇപ്പം മക്കൾ ഇപ്പോഴല്ല, മക്കൾക്ക് ഇപ്പോൾ എത്ര ചെറിയ മക്കളാണ്, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് മാത്രം അറിയാനുള്ളതായിട്ടില്ല. അപ്പോൾ അവരൊരു സമയത്ത് ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത്, ഫോൺ എടുക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ മക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെയാണ് ഞങ്ങളിവിടെ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞങ്ങൾ ആരെയും ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും കരിവാരിത്തേക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ വരുന്നത്. ആ കുഞ്ഞു മക്കളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ റിയാക്ട് ചെയ്യുന്ന ഓരോരുത്തരും എപ്പോഴും പറയുന്നത്. അല്ലാതെ എന്താണ് അവൾക്ക് സഹായം ചെയ്യരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പുള്ളിക്കാരി തന്നെയാണ് വന്നിട്ട് ഓരോ ഇൻ്റർവ്യൂവിലും വന്നിട്ട് ഇങ്ങനെ പല പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് അത് പല രീതിയിലാണത് പുറത്തോട്ട് വരുന്നത്. പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് ഒന്ന്, അത് പുറത്തോട്ട് വരുന്നത് വേറൊരു രീതിയിൽ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് കേട്ട് നോക്കൂ. ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടി അങ്ങനെ പോകുന്നില്ലല്ലോ. ഇന്റർവ്യൂസിൽ ഇപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണം അതിനനുസരിച്ചിട്ടുള്ള അപ്പൊ എന്താ തോന്നുന്ന ആ ആൻസർ പറയണു, അത്രേ ഉള്ളൂ. അതിപ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നൊന്നുമില്ല. ഇല്ല, ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ് ഓരോന്ന്. പിന്നെ അവനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ് ഒന്നും. ഇവളെന്തൊക്കെയാ പറയണത്? അത് ശരിയാണ്, ഉമ്മമാർ ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും മക്കൾ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അത് പക്ഷേ മക്കൾക്ക് അറിയുന്നില്ല എത്രയ്ക്ക് മാത്രം ഇത് പുറത്ത് ദോഷമാണ് ചെയ്യുന്നതെന്ന് ആ മക്കൾക്ക് അറിയാനുള്ളൊരു ഇതായിട്ടില്ല. അതുകൊണ്ടാണ് ആ മക്കൾ എന്താണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഏതൊരു കാര്യത്തിനും ഉമ്മമാരുടെ ഇതിന് മക്കൾ സപ്പോർട്ട്, ഈ ഒരു പ്രായം ആ മക്കൾക്ക് അതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾ ഏതൊരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് എന്താണ് മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്തെല്ലാം ഇതിലാണ് പ്രശ്നങ്ങളിലോട്ടാണ് പോകുന്നത് എന്ന് ഷാജിദ ചിന്തിക്കുന്നുണ്ട്. ആ കുഞ്ഞു മക്കൾ വളരുന്ന സമയത്ത് ഇത് വേറെ എന്തെല്ലാം രീതിയിലായിരിക്കും അവരത് മനസ്സിലാക്കേണ്ടതും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മക്കൾ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ അവർക്കത് എന്താണ് അറിയേണ്ട സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര വലിയ രീതിയിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുക. നമ്മൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ നെഗറ്റീവ്സാണ് അവർ ചോദിച്ചറിയുന്നത്. അല്ലാതെ ഒരിക്കലും അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിക്കില്ല, നെഗറ്റീവ്സ് ആയിരിക്കും. ഇപ്പോൾ അവർ എന്ത് ഇതിലാണ് ഇപ്പോൾ യൂട്യൂബിൽ റീച്ചായി നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യങ്ങളാണ് കുത്തി ചോദിച്ചിട്ട് അവർ പല രീതിയിൽ ഇതാകുന്നത്. അത് പിന്നെ റിയാക്ട് ചെയ്യുന്നവർ അത് വേറെയൊക്കെ രീതികളിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ അത് എന്താ പറയുക ഭയങ്കര വലിയ പ്രശ്നങ്ങളിലോട്ടാണ് മാറുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കണ്ടെന്നോ നീ ഫെയിം നേടണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വായിൽ വന്ന് വീണ വാക്കുകൾ നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതൊരു മീഡിയയ്ക്ക് മുമ്പിലാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. വലിയൊരു പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് വലിയ രീതിയിൽ തന്നെ അത് മറ്റുള്ളവരത് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രത്തോളം ഷാജിദയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഷാജിദയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വേറെ ഇതാവാനോ വേറെ രീതിയിൽ എന്തെങ്കിലും പറയാനോ ഒന്നും വന്നതല്ല. അപ്പോൾ കുറേ ഷാജിദ ഫാൻസ് വന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടാറുണ്ട്, നീ നല്ലവളാണോ, നീ പറയുന്നത് നീ എല്ലാം പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് എനിക്ക് എൻ്റെ ഫാമിലി ബോധിപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരും സപ്പോർട്ടാണ്. അതുപോലെ എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ എല്ലാവരും എൻ്റെ ഫാമിലി എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ ഇതിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പറയാറുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ഇവിടെ പ്രതികരിക്കുകയോ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ പറ്റും. ഞാൻ അവൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.